ഞങ്ങൾക്കറിയാം എന്താണ് ഇത് അവസാനമാണ്. ദിലീപിനെ അർത്ഥപ്പെടുന്ന പറയാം, ദിലീപ് എങ്ങനെ പിടിക്കുന്നത്? ഒരാൾ പറയുന്നു ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല, എന്നെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ആരോപണ വിധേയനായി എന്ന് പറഞ്ഞപ്പോൾ അത് സത്യമാണ് എന്ന് കേരള ജനതയെപ്പോലെ വിശ്വസിച്ച ഒരാളാണ് ഞാൻ. തുടക്കക്കാരനാണ്. പല വിമർശനങ്ങളും ദേഷ്യപ്പെടലും ഒക്കെ ഞാൻ ഉൾക്കൊള്ളുന്നു, ഖേദിക്കുന്നു. ആ സമയത്ത് മൈക്കില്ലാതിരുന്നത് കൊണ്ട് ഞാൻ കുറച്ചുറക്കെ പറഞ്ഞു, അല്ലാതെ ആരെയും വിഷമിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞു. ദിലീപ് എന്ന വേദിയിലിരിക്കുമ്പോൾ ദിലീപ് 13 മണിക്കൂർ താങ്കൾ ഉൾപ്പെടുന്ന സർക്കാരിന്റെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് വിധേയനായിട്ട് വന്ന പ്രതിയെന്ന് സംശയിക്കുന്നതാണ്. അങ്ങനെ ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ വേദിയിലിരിക്കുന്നത്? അപ്പൊ പിന്നെ അന്നേരം അറസ്റ്റ് ചെയ്താൽ മതിയായിരുന്നല്ലോ. രാഷ്ട്രീയത്തിൽ തന്നെ ആരോപണ വിധേയരായിട്ടുള്ളവരാണ് ഈ രാജി വെച്ചിട്ടുള്ളതല്ല. ഇത് ഇത്ര എനിക്ക് പറയാം, ഇത്ര പറയാൻ. നിങ്ങൾ ഒരാളെ പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊന്നത് ശരി, ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊന്നത് ശരിയല്ല. ദിലീപ് തെറ്റ് നിയമവ്യവസ്ഥയുണ്ട് ഈ രാജ്യത്ത്. ആ നിയമവ്യവസ്ഥയിൽ പോലീസുണ്ട്, അവര് നോക്കും. അമ്മ നേതൃത്വത്തോട് ഈ കുറ്റവാളിയായി ഇപ്പോൾ പോലീസ് ചാർജ് ചെയ്തിരിക്കുന്ന ആളുടെ പേരിൽ ആക്ഷൻ എടുക്കാൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അമ്മയുടെ ഭാഗത്തു നിന്നും വളരെ യുക്തമായ ശക്തമായ ആക്ഷൻ ഉണ്ടാകും. അമ്മയുടെ ഒരംഗത്തിന് തന്നെയാണ് ഈ കേസ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയിൽ നിന്ന് ശക്തമായ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല, അമ്മ ഒരു വളരെ സുതാര്യമായൊരു സംഘടനയാണ്, ശക്തമായ നടപടി ഉണ്ടാകും.